ഹായ് മക്കളെ, എല്ലാവർക്കും സുഖം തന്നെയല്ലേ? ഫെബ്രുവരി 17-ാം തീയതിയാണ് നമ്മുടെ ബോർഡ് എക്സാം നടക്കാൻ പോകുന്നത്. ഇനി നമ്മുടെ മുന്നിൽ വെറും 71 ദിവസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ. വെറും 71 അല്ല സാറേ, 71 ദിവസം ബാക്കിയുണ്ടല്ലോ, 2 മാസത്തിൽ കൂടുതൽ ബാക്കിയുണ്ടല്ലോ എന്നായിരിക്കും പലരുടെയും മനസ്സിലുണ്ടാവുക. പക്ഷേ ഈ 71 ദിവസം കൊണ്ട് നമുക്ക് പഠിച്ചു തീർക്കേണ്ട ചാപ്റ്റേഴ്സിന്റെ എണ്ണം എന്ന് പറഞ്ഞാൽ 47 ആണ്. അതായത് ഒരു ചാപ്റ്റർ പൂർണ്ണമായും പഠിക്കാൻ 2 ദിവസം പോലും നമ്മുടെ മുന്നിൽ സമയമില്ല എന്ന കാര്യം നിങ്ങൾ ഈ മൊമെന്റിലെങ്കിലും റിയലൈസ് ചെയ്യുക. അതായത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഇമാജിൻ ചെയ്യുക, നമ്മളൊരു ചാപ്റ്റർ ഇരുന്ന് പഠിക്കാൻ ഉദ്ദേശിക്കുകയാണ്. ഉദാഹരണം, നമ്മുടെ ഇലക്ട്രിസിറ്റി എന്ന് പറയുന്ന ചാപ്റ്റർ എടുക്കാം. ആ ഇലക്ട്രിസിറ്റി എന്ന് പറയുന്ന ചാപ്റ്റർ നിങ്ങൾക്ക് ഒരു ദിവസം കൊണ്ട് പഠിച്ചു തീർക്കാൻ സാധിക്കുന്ന ഒന്നാണോ? നിങ്ങൾ സെൽഫ് സ്റ്റഡി ചെയ്യുകയാണെങ്കിൽ ഒരു ദിവസം കൊണ്ട് നിങ്ങൾക്ക് ആ ചാപ്റ്ററിനകത്തുള്ള എല്ലാ കോൺസെപ്റ്റുകളും, എല്ലാ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസും, ന്യൂമറിക്കൽസും, PYQസും നിങ്ങളെ കൊണ്ട് പഠിച്ചു തീർക്കാൻ സാധിക്കുന്ന ഒന്നാണോ? പോട്ടെ, ഒരു ദിവസം വേണ്ട, 2 ദിവസം കൊണ്ട് ഇലക്ട്രിസിറ്റി നിങ്ങളെ കൊണ്ട് തീർക്കാൻ സാധിക്കുമോ? തീർക്കാൻ സാധിക്കണമെന്നില്ല. പല മക്കളും ആഴ്ചകളോളം എടുത്തിട്ടാണ് ഇലക്ട്രിസിറ്റി പഠിക്കുന്നത്. എന്നിട്ട് പോലും പലർക്കും ഇപ്പോഴും ആ ചാപ്റ്ററിൽ വലിയ കോൺഫിഡൻസ് ഇല്ല. സോ മക്കളെ, എങ്കിൽ നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഈ 47 ചാപ്റ്റേഴ്സ് ഈ പറയുന്ന 70 ദിവസത്തിനകത്ത് നമ്മളെ കൊണ്ട് തീർക്കുക എന്നുള്ളത് നിസ്സാരമായ ഒരു ടാർഗറ്റ് ആണോ? ഒരിക്കലുമല്ല. സോ അതിന് നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? കൃത്യമായൊരു സ്ട്രാറ്റജി വേണം, കൃത്യമായൊരു സ്റ്റഡി പ്ലാൻ നിങ്ങൾക്ക് വേണം. കാരണം അതുണ്ടെങ്കിൽ മാത്രമേ എല്ലാ ദിവസവും ഓരോ ചാപ്റ്റേഴ്സിനെ കൃത്യമായി അനലൈസ് ചെയ്ത് പഠിച്ച് മുന്നോട്ട് പോകാൻ സാധിക്കത്തുള്ളൂ. ജസ്റ്റ് ജനറലി സർഫേസ് ലെവലിൽ ഈ പറയുന്ന കോണ്ടന്റുകൾ മാത്രം പഠിച്ചതുകൊണ്ടും നമുക്ക് കാര്യമില്ല. ബോർഡ് എക്സാമിന് നമ്മൾ പ്രതീക്ഷിക്കുന്ന, നമ്മൾ പഠിച്ചിട്ടുള്ള അതേ ചോദ്യങ്ങൾ തന്നെ വരണമെന്ന് ഒരു നിർബന്ധവുമില്ല. സോ നിങ്ങളൊരു കോൺസെപ്റ്റിനെ അപ്രോച്ച് ചെയ്യുന്ന സാഹചര്യത്തിൽ, നിങ്ങളൊരു ചാപ്റ്ററിനെ അപ്രോച്ച് ചെയ്യുന്ന സാഹചര്യത്തിൽ ആ ചാപ്റ്ററിൽ നിന്ന് ഏത് ലെവൽ ഓഫ് ക്വസ്റ്റ്യൻസ് വന്നാലും ക്രാക്ക് ചെയ്യാൻ നിങ്ങൾ ക്യാപ്പബിൾ ആയിരിക്കണം. അതിനെങ്ങനെ പഠിക്കണം? അതിനുള്ള ഏറ്റവും ബെസ്റ്റ് എഫിഷ്യന്റ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ, ഒരു ചാപ്റ്റർ പഠിക്കുന്ന സാഹചര്യത്തിൽ ആദ്യം ആ ചാപ്റ്റർ പൂർണ്ണമായും കോൺസെപ്റ്റ് വൈസ്, കോണ്ടന്റ് വൈസ് ഡീറ്റെയിൽ ആയി തന്നെ പഠിക്കുക. രണ്ടാമത്തെ കാര്യം, ആ ചാപ്റ്ററിൽ നിന്ന് പുസ്തകത്തിനകത്തുള്ള എല്ലാ ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസും, ഫിസിക്സിന്റെ ആസ്പെക്റ്റിലാണ് പറയുന്നത്, എല്ലാ ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസും, ടെക്സ്റ്റ് ബുക്കിനകത്തുള്ള ചോദ്യങ്ങളെല്ലാം നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു വെച്ചാൽ, ആ ചാപ്റ്ററിൽ നിന്ന് അവസാനം ഒരു 5 വർഷത്തിൽ ചോദിച്ച എല്ലാ PYQസും നിങ്ങൾ വർക്കൗട്ട് ചെയ്യുക. അതിനുശേഷം ആഡ് ഓൺ ക്വസ്റ്റ്യൻസ് കൂടി പ്രാക്ടീസ് ചെയ്യേണ്ടിയിരിക്കുന്നു. എങ്കിൽ മാത്രമേ അതിൽ നിന്ന് ഏത് ലെവൽ ഓഫ് ക്വസ്റ്റ്യൻസ് വന്നാലും അതിനെ അപ്രോച്ച് ചെയ്യാൻ നിങ്ങൾ ഓരോരുത്തരും കോൺഫിഡൻ്റ് ആയിരിക്കത്തുള്ളൂ. സോ ഇത്രയും ക്വസ്റ്റ്യൻസ് ഞങ്ങൾക്ക് എവിടെ നിന്ന് ലഭിക്കും? എങ്ങനെയാണ് ഈ ലിമിറ്റഡ് ടൈം സ്പാനിനകത്ത് മുഴുവൻ സിലബസും കവർ ചെയ്ത് അതിൻ്റെ റിവിഷൻ കൂടി ഞങ്ങൾക്ക് എക്സിക്യൂട്ട് ചെയ്യാൻ സാധിക്കുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അതിനുള്ള ബെസ്റ്റ് സൊല്യൂഷൻ ആണ് സൈലത്തിന്റെ എൻ ഗെയിം എന്ന് പറയുന്നത്. എൻ ഗെയിം എന്ന് പറഞ്ഞാൽ എക്സ്ക്ലൂസീവായ ഒരു റിവിഷൻ പ്രോഗ്രാമാണ്. ഓൾറെഡി എൻ ഗെയിം നമ്മൾ നമ്മുടെ ആപ്പിനകത്ത് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ നിങ്ങൾക്ക് ഇനിയും അതിലോട്ട് അഡ്മിഷൻ എടുക്കാം. എൻ ഗെയിമിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത എന്ന് പറഞ്ഞാൽ, വീണ്ടും 1ാമത്തെ ചാപ്റ്റർ മുതൽ നിങ്ങളെ പഠിപ്പിച്ചു തരുമെന്നത് തന്നെയാണ്. അതായത് 1ാമത്തെ ചാപ്റ്റർ മുതൽ മുഴുവൻ സിലബസും ഈ ചുരുങ്ങിയ ദിവസത്തിനകത്ത് നിങ്ങളെ പഠിപ്പിച്ച് കോൺസെപ്റ്റുകൾ സ്ട്രോങ് ആക്കി, ക്വസ്റ്റ്യൻസ് പറഞ്ഞു തന്ന്, PYQs വർക്കൗട്ട് ചെയ്ത് റിവിഷനും ചെയ്തിട്ടാണ് നിങ്ങളെ പരീക്ഷയ്ക്ക് ഞങ്ങൾ പറഞ്ഞയക്കുക. സോ അതാണ് എൻ ഗെയിമിൻ്റെ ഏറ്റവും ഹൈലൈറ്റ് ചെയ്യപ്പെടേണ്ട ഫീച്ചർ എന്ന് പറയുന്നത്. സോ ഇപ്പോഴും എങ്ങനെ പഠിക്കണം, എന്തു പഠിക്കണം, എങ്ങനെ നമ്മൾ ഈ പറയുന്ന സിലബസ് കവർ ചെയ്യും എന്ന ടെൻഷൻ നിങ്ങൾക്കുണ്ടെങ്കിൽ മറ്റൊന്നും ആലോചിക്കാതെ ഉടനെ തന്നെ എൻ ഗെയിം ബാച്ചിലോട്ട് വരിക. ഇപ്പോൾ നിങ്ങൾക്ക് സ്ക്രീനിനകത്ത് ഒരു നമ്പർ കാണാൻ സാധിക്കും. ആ നമ്പറിൽ കോൺടാക്ട് ചെയ്ത് ഒട്ടും തന്നെ ലേറ്റ് ആക്കാതെ അഡ്മിഷൻ എടുക്കുക. കാരണം ഇപ്പോൾ തന്നെ നിങ്ങൾ കുറച്ച് ദിവസം പുറകിലാണെന്ന് മനസ്സിലാക്കുക. നിങ്ങളുടെ മുന്നിൽ എത്രയോ ആയിരക്കണക്കിന്, 10,000-കണക്കിന് മക്കൾ ഓൾറെഡി പഠിച്ചു തുടങ്ങിയിട്ടുണ്ട്. സോ ഇനിയും നിങ്ങൾ ലേറ്റ് ആക്കരുത്, ഉടൻ തന്നെ അഡ്മിഷൻ ഉറപ്പാക്കുക. കാണാം.